Hi, good morning to all. All of you did the homework. Homework cheyidundavu vicharikkunu. Now let's start last portion in this chapter. Last section. Some problems in textbook. Page 35 some problems ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. In last class നമ്മൾ എന്താ പഠിച്ചത്? Sum of n terms of an arithmetic sequence. അല്ലേ? അതിന്റെ application ലെവലിലുള്ള question ആണ് ഇപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. What is the formula for finding sum of n terms of an arithmetic sequence? Sn equal to n by 2 into x1 plus xn. xn ആദ്യം പറഞ്ഞാലും കുഴപ്പമില്ല. Sn equal to n by 2 into xn plus x1. What is mean by n? Number of terms. What is mean by xn? Last term or nth term. ഏത് വേണമെങ്കിൽ പറയാം. x1 means first term. Formula apply ചെയ്തിട്ട് നമ്മൾ പ്രോബ്ലംസ് ചെയ്തു. സം ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് ഒക്കെ കണ്ടുപിടിച്ചു. സം ഓഫ് n ടേംസും കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. സം ഓഫ് ഫസ്റ്റ് ഈവൻ നമ്പേഴ്സ്. സം ഓഫ് ഫസ്റ്റ് ഈവൻ നമ്പേഴ്സ് എന്താ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു? Sn equal to n square plus n. ഇത് ബൈ ഹാർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സം ഓഫ് ഫസ്റ്റ് n ഈവൻ നമ്പേഴ്സ് n square plus n. പിന്നെ ഫസ്റ്റ് സം ഓഫ് ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പേഴ്സിന്റെ സമം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. Sn equal to n square. ഇതൊക്കെ ഓൾറെഡി നമ്മൾ ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി ഇവിടെ ഇതിന്റെ പ്രത്യേകത എന്താ, പെക്യൂലിയാരിറ്റി എന്താ നോക്കാം. സം ഓഫ് ഫസ്റ്റ് n ഈവൻ നമ്പേഴ്സ് n സ്ക്വയർ പ്ലസ് n ആണ് അല്ലേ? എല്ലാ അരിത്തമെറ്റിക് സീക്വൻസിന്റെയും സം ഓഫ് n ടേംസ് ഈ ഫോമിൽ ആയിരിക്കും. n സ്ക്വയർ പ്ലസ് n. ദാറ്റ് മീൻസ് an സ്ക്വയർ പ്ലസ് bn എന്നുള്ള ഫോമിലായിരിക്കും. an സ്ക്വയർ പ്ലസ് bn. കഴിഞ്ഞ ദിവസം ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. n സ്ക്വയർ ഉള്ള ഒരു ടേം ഉണ്ടായിരിക്കും, n ഉള്ള ടേം ഉണ്ടായിരിക്കും. ചിലപ്പോൾ ലാസ്റ്റ് ടേം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. n സ്ക്വയർ ഉള്ള ടേം മസ്റ്റ് ആയിട്ടും ഉണ്ടാവും. വേർ a ആൻഡ് b ആർ കോൺസ്റ്റന്റ്സ്. ഇങ്ങനെ സം ഓഫ് n ടേംസ് കണ്ടു കഴിഞ്ഞാൽ എയും ബിയും ഏതെങ്കിലും കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി ഇതിന്റെ റിലേഷൻ എന്താ? ദിസ് ഫോം റിലേറ്റഡ് ടു ഫസ്റ്റ് ടേം ആൻഡ് കോമൺ ഡിഫറൻസ് ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ്. അതായത് കോമൺ ഡിഫറൻസ് d എന്ന് പറഞ്ഞാൽ ട്വൈസ് ഓഫ് ദ കോഎഫിഷ്യന്റ് ഓഫ് n സ്ക്വയർ. n സ്ക്വയറിന്റെ കോഎഫിഷ്യന്റിന്റെ ട്വൈസ് ആയിരിക്കും. വാട്ട് ഈസ് മീൻ ബൈ കോഎഫിഷ്യന്റ്? n സ്ക്വയറിന്റെ കൂടെ കിടക്കുന്ന നമ്പർ. ഇവിടെ n സ്ക്വയറിന്റെ കൂടെ ഏതാ കിടക്കണേ? a എന്നുള്ള നമ്പർ. a എന്നുള്ള കോൺസ്റ്റന്റ് എനി നമ്പർ ആയിരിക്കും. അപ്പൊ അതിന്റെ ട്വൈസ് 2a. ട്വൈസ് പറഞ്ഞ 2 into a. അപ്പൊ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ d ഈക്വൽ ടു 2a ആയിരിക്കും. ഇൻ ദിസ് ഫോം. ഈ ഫോമിൽ നിന്ന് d കണ്ടുപിടിക്കണമെങ്കിൽ n സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ഡബിൾ എടുത്താൽ മതി. ഫോർ എക്സാമ്പിൾ ഇതാ സം ഓഫ് n ഫസ്റ്റ് ഈവൻ നമ്പേഴ്സ് ആണ് ഈ കിടക്കുന്നത്. വാട്ട് ഈസ് ദ കോഎഫിഷ്യന്റ് ഓഫ് n സ്ക്വയർ? n സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ഇവിടെ നമ്പേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ അതിന്റെ കോഎഫിഷ്യന്റ് 1 ആയിരിക്കും. 1 into n സ്ക്വയർ ആണ് 1. അപ്പൊ കോഎഫിഷ്യന്റ് 1 ആണ്. അപ്പൊ അതിന്റെ ട്വൈസ് d ഈക്വൽ ടു അതിന്റെ ട്വൈസ് 1 into 2 അല്ലെങ്കിൽ 2 into 1. 2 ആയിരിക്കും കോമൺ ഡിഫറൻസ്. സം ഓഫ് ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 2 4 6 എക്സെട്ര. ഇതാണ് ഈവൻ നമ്പേഴ്സ്. അതിന്റെ കോമൺ ഡിഫറൻസ് 2 ആണെന്ന് ഓൾറെഡി അറിയാലോ. അപ്പൊ ഇതിന്ന് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് 2 കണ്ടുപിടിച്ചു കോമൺ ഡിഫറൻസ്. ഈ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ x1 എന്ന് പറഞ്ഞാൽ സം ഓഫ് ദ കോഎഫിഷ്യന്റ്സ്. n സ്ക്വയറിന്റെ കോഎഫിഷ്യന്റിന്റെയും n ന്റെ കോഎഫിഷ്യന്റിന്റെയും സം. ഇവിടെ n സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് എന്താ? a. n ന്റെ കോഎഫിഷ്യന്റ് എന്താ? b. a plus b. x1 മീൻസ് ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞ സം ഓഫ് ദ കോഎഫിഷ്യന്റ് ആയിരിക്കും. ട്രൂ ആണോ എന്ന് ഇതിൽ ചെക്ക് ചെയ്ത് നോക്കാം. x1 കണ്ടുപിടിക്കണമെങ്കിൽ n സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1, n ന്റെ കോഎഫിഷ്യന്റ് 1, 1 plus 1 2. ഇതല്ലേ ഇവിടെ ഫസ്റ്റ് ടേം ആയിട്ട് വന്നിരിക്കുന്നത്. സം ഓഫ് ദ കോഎഫിഷ്യന്റ് ആണ് ഫസ്റ്റ് ടേം തന്നേക്കുന്നത്. അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസ് തന്നില്ലെങ്കിലും ഈ റിലേഷൻ ഉപയോഗിച്ച് നമുക്ക് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും കണ്ടുപിടിക്കാം. d ഈക്വൽ ടു 2a. എയുടെ ഡബിള് x1 ഈക്വൽ ടു a plus b. സം ഓഫ് ദ കോഎഫിഷ്യന്റ്. ഇതിന്റെ അപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോണത്. പേജ് 35 ക്വസ്റ്റ്യൻ നമ്പർ 5. സ്ക്രീൻ ഷെയർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ടെക്സ്റ്റ് ബുക്കിലെ പേജ് 35 ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. റീഡ് ദ ക്വസ്റ്റ്യൻ. The expressions for the sum to n terms of some arithmetic sequence are given below. കുറച്ച് അരിത്തമെറ്റിക് സീക്വൻസിന്റെ n ടേംസിന്റെ സം ആണ് തന്നിരിക്കുന്നത്.
25 terms, 100 terms and a particular number n terms in the sum. Then find the expression for the n terms of each. അങ്ങനെയാണെങ്കിൽ ഓരോ അരിത്തമെറ്റിക് സീക്വൻസിന്റെയും nth ടേമിന്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ. സം ആണ് തന്നേക്കണേ, nth ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? n സ്ക്വയർ പ്ലസ് 2n ആ, an സ്ക്വയർ പ്ലസ് bn എന്നുള്ള ഫോമിലാണ് കിടക്കണേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ 2n സ്ക്വയർ പ്ലസ് n. നോക്കുക, സം ഓഫ് n ടേംസിന്റെ ജനറൽ ഫോം an സ്ക്വയർ പ്ലസ് bn എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി തേർഡ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം, n സ്ക്വയർ മൈനസ് 2n ആ. n സ്ക്വയർ മൈനസ് 2n ആണെങ്കിലും നമുക്ക് പ്ലസ് എന്നുള്ള ഫോമിലേക്ക് എഴുതാം. n സ്ക്വയർ പ്ലസ് നെഗറ്റീവ് 2n. അപ്പൊ ബിയുടെ കോയിഫിഷ്യന്റ് അവിടെ നെഗറ്റീവ് 2 എന്നാവുന്നു മാത്രം. ഈ മൈനസ് കാണുമ്പോൾ പ്രത്യേകിച്ച് പെട്ടെന്ന് അത് സം ഓഫ് n ടേംസ് ഓഫ് an arithmetic sequence ആണോ എന്ന് ഡൗട്ട് വേണ്ട, പ്ലസോ മൈനസോ വരാം. നെക്സ്റ്റ് 2n സ്ക്വയർ മൈനസ് n, അതിന് 2n സ്ക്വയർ പ്ലസ് നെഗറ്റീവ് n എഴുതാം. ദാറ്റ് മീൻസ് ബിയുടെ കോയിഫിഷ്യന്റ് അവിടെ നെഗറ്റീവ് 1 ആയിരിക്കും. ലാസ്റ്റ് n സ്ക്വയർ മൈനസ് n. അപ്പൊ ഇതൊക്കെ സം ഓഫ് n ടൈംസ് ഓഫ് an arithmetic sequence. എല്ലാം an സ്ക്വയർ പ്ലസ് bn എന്നുള്ള ഫോമിലാണ് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഓരോന്നിന്റെ ആൾജിബ്ര എക്സ്പ്രഷൻ കണ്ടുപിടിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ടീച്ചർ ഇവിടെ എഴുതിയിരിക്കുന്നത്? n സ്ക്വയർ പ്ലസ് 2n. ഇത് സം ആണ് തന്നേക്കണേ, സം ഓഫ് n ടേംസ് ഓഫ് an arithmetic sequence. Sn ആണ് തന്നേക്കണേ, Sn ഈക്വൽ ടു n സ്ക്വയർ പ്ലസ് 2n. ഇത് നമ്മളോട് കണ്ടുപിടിക്കാൻ എന്താ പറഞ്ഞേക്കണത്? algebraic expression of nth term. nth term കാണാനുള്ള ഫോർമുല എന്താ നിങ്ങൾ പഠിച്ചേക്കണേ? xn ഈക്വൽ ടു x1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. x1 ന് പകരം f എന്ന് എഴുതാം. xn ഈക്വൽ ടു f പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. അപ്പൊ x1 ഉം അറിയണം, d യും അറിയണം. x1 ഉം d യും നമുക്ക് കണ്ടുപിടിക്കാം. വാട്ട് ഈസ് d? വാട്ട് ഈസ് x1? d എന്ന് പറഞ്ഞാൽ 2a. 2a. a means an സ്ക്വയർ. n സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ട്വൈസ്. n സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ഇവിടെ 1 ആണ്, അതിന്റെ ട്വൈസ്. അപ്പൊ 2 ഇൻറ്റു 1, 2 ഇൻറ്റു 1 2. d എന്ന് പറഞ്ഞ 2 ആണ്. ഇനി d അല്ല x1. x1 എന്ന് പറഞ്ഞ സം ഓഫ് ദ കോഎഫിഷ്യൻസ്. d എന്ന് പറഞ്ഞ x1 എന്ന് പറഞ്ഞ a പ്ലസ് b, സം ഓഫ് ദ കോഎഫിഷ്യൻസ് a യും b യും. a എന്ന് പറഞ്ഞ n സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1. b എന്ന് പറഞ്ഞ n-ന്റെ കോഎഫിഷ്യന്റ്, n-ന്റെ കൂടെ കിടക്കുന്ന നമ്പർ, അതാണ് കോഎഫിഷ്യന്റ്. എന്താ? 2. 1 പ്ലസ് 2. 1 പ്ലസ് 2 മീൻസ് 3. അപ്പൊ d ഈക്വൽ ടു 2, x1 ഈക്വൽ ടു 3. സം ഓഫ് n ടൈംസ് ഓഫ് an arithmetic sequence തന്നു കഴിഞ്ഞാൽ റിലേഷൻ അറിഞ്ഞാലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. d ഈക്വൽ ടു ട്വൈസ് ഓഫ് ദ കോഎഫിഷ്യന്റ് ഓഫ് n സ്ക്വയർ. d എന്ന് പറഞ്ഞ n സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ട്വൈസ്. n സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ഇവിടെ 1 ആണ്, 1-ന്റെ ട്വൈസ്. 2 ഇൻറ്റു 1 2. x1 means sum of the coefficients. ഇവിടെ x സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1, 1 plus 2 equal to 3. ഇനി ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x1 കിട്ടി കഴിഞ്ഞു. 3 plus n minus 1, n minus 1 nth ടൈമിന്റെ എക്സ്പ്രഷനാ. അപ്പൊ n-ന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ട. d എന്ന് പറഞ്ഞ 2 ആ. 2 that is equal to 3 plus 2 ബ്രാക്കറ്റ് മാറ്റി മൾട്ടിപ്ലൈ ചെയ്യാം. 2 into n, 2n minus 2 into 1 2. ബ്രാക്കറ്റ് മാറ്റി മൾട്ടിപ്ലൈ ചെയ്യാം. ഔട്ട് സൈഡിൽ 2 കിടക്കുന്നുണ്ട്, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദെൻ 3 ടൈം ഇവിടെ കിട്ടി. nth n ഉള്ള ടൈം ഫസ്റ്റ് 2n. 3 minus 2 കോൺസ്റ്റന്റ് ആഡ് ചെയ്യുക. 3 minus 2 പറഞ്ഞ 1 ആണ്, പ്ലസ് 1. 3 ന്ന് 2 സബ്ട്രാക്ട് ചെയ്ത 1 ആണ്, പ്ലസ് 1. അപ്പൊ 2n plus 1. ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഓഫ് nth ടൈം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് ഓഫ് ദിസ്. ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ആൾജിബ്ര എക്സ്പ്രഷൻ ആണ് ഇത്. അപ്പൊ ഈ റിലേഷൻ അറിയണം. ദ സം ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് ഓഫ് n ടൈംസ് ഓഫ് എനി അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് ഇൻ ദ ഫോം an സ്ക്വയർ പ്ലസ് bn. What is the relation between common difference and first term of an arithmetic sequence of sum of n terms? In the relation, common difference is the common difference twice of the coefficient of n square. n square ന്റെ coefficient twice ആണ് common difference. What is first term? Sum of the coefficients a plus b. ആ റിലേഷൻ അറിയാം. ഇത് തന്നെ വേറെ മെത്തേഡിലും ചെയ്യാം. ഇതൊരു മെത്തേഡ് ടീച്ചറുടെ പറയാനുള്ളൂ. ഇത് വേറെ മെത്തേഡിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. രണ്ട് മെത്തേഡും പറഞ്ഞ് കൺഫ്യൂഷൻ ആവണില്ല. അതായത് ഇത് സം ആണ് തന്നേക്കണേ. ഇതിൽ n-ന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഫസ്റ്റ് ടേം കിട്ടും.
എന്നിന് 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താ ഫസ്റ്റ് 2 ടേംസിന്റെ സമ്മ് കിട്ടും. സമ്മിന്റെ എക്സ്പ്രഷൻ അല്ലേ ഇത്. അപ്പൊ കുട്ടി n ഈക്വൽ ടു 2 എന്നിന് 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താ സം ഓഫ് ഫസ്റ്റ് 2 ടേംസ് കിട്ടും. 2 ടേംസിന്റെ സമ്മാണ് കിട്ടുക. അപ്പൊ ഫസ്റ്റ് ടേമും കിട്ടി, ഫസ്റ്റ് 2 ടേംസിന്റെ സമ്മും കിട്ടി. അപ്പൊ സെക്കൻഡ് ടേം ഏതാന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? സം ഓഫ് ഫസ്റ്റ് 2 ടേംസ് സം ഓഫ് ഫസ്റ്റ് ടേം സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് അവിടുന്ന് എന്ത് കിട്ടും? സെക്കൻഡ് ടേം കിട്ടും. സെക്കൻഡ് ടേം കിട്ടിയ കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കുക? കോൺസിക്യൂട്ടീവ് ടേംസ് കിട്ടി. ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും കിട്ടിയ കോൺസിക്യൂട്ടീവ് ടേംസ് കിട്ടി. ഡി കാണണമെങ്കിൽ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. അങ്ങനെയും കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. പല മെത്തേഡ് ഉണ്ട്. ഏതെങ്കിലും ഒരു മെത്തേഡ് ഇത് കൂടുതൽ മനസ്സിലാക്കി വെക്കുക. ഇനി മറ്റേത് എളുപ്പം തോന്നുന്നു വെച്ചാൽ അത് ചെയ്യാം. ടെക്സ്റ്റിൽ ഉണ്ട് ആ മെത്തേഡ്. ടെക്സ്റ്റിൽ തന്നെയാണ് രണ്ടും, ഈസി ആയിട്ട് ഇത് ചെയ്യാം. അപ്പൊ സം ഓഫ് n ടൈംസ് ഓഫ് an arithmetic സീക്വൻസ് തന്നു കഴിഞ്ഞാൽ nth ടേമിന്റെ എക്സ്പ്രഷൻ കണ്ടുപിടിച്ചു. ഇനി അതിൽ തന്നെ സീക്വൻസും നമുക്ക് എഴുതാം. ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും കിട്ടി കഴിഞ്ഞാൽ സീക്വൻസ് എഴുതിക്കൂടെ? അങ്ങനെ ചെയ്യാം. ഇതേപോലെയാണ് ബാക്കിയുള്ള 5 ക്വസ്റ്റ്യനും ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഓക്കെ. ഇനി നെക്സ്റ്റ് അനദർ ടൈപ്പ് ആപ്ലിക്കേഷൻ ഓഫ് സം ഓഫ് n ടൈംസ് ഓഫ് an arithmetic sequence. Find the sum of all 3-digit numbers which are multiples of 7. Find the sum of all 3-digit numbers which are multiples of 7. 7ന്റെ multiples ആയിരിക്കണം. Listen here. 7ന്റെ multiples ആയ എല്ലാ 3-digit നമ്പേഴ്സിന്റെയും സമ്മ് കണ്ടുപിടിക്കാൻ. അപ്പൊ ഏതൊക്കെയാണ് 7ന്റെ multiples ആയ 3-digit നമ്പേഴ്സ് എന്ന് ആദ്യം കണ്ടുപിടിക്കണം. എന്നിട്ടല്ലേ നമുക്ക് സമ്മ് കാണാൻ പറ്റുള്ളൂ. Which is the smallest 3-digit number? ഏതാ സ്മോളസ്റ്റ് 3-digit നമ്പർ? 7ന്റെ മൾട്ടിപ്പിൾ ആവണമെന്നില്ല. ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ 100 ആണ് അല്ലേ? 100. ആ 100 7ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം. 7ന്റെ മൾട്ടിപ്പിൾ ആയ 3-digit നമ്പേഴ്സിന്റെ സമ്മ കണ്ടുപിടിക്കണ്ടേ. അപ്പൊ 100 7ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? 100നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. റിമൈൻഡർ 0 കിട്ടുകയാണെങ്കിൽ മൾട്ടിപ്പിൾ ആയിരിക്കും. ഡിവൈഡ് ചെയ്ത് നോക്കാം. 100നെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7 3 4 28 2. റിമൈൻഡർ ഇവിടെ 2 എന്നാണ് കിട്ടിയത്. അപ്പൊ 100 ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 7. അപ്പൊ ഏതായിരിക്കും ആദ്യത്തെ 3-digit നമ്പർ 7ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നത്? 100 അല്ല. 100 ഈസ് ദ സ്മോളസ്റ്റ് 3-digit നമ്പർ ദാറ്റ് ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 7. അപ്പൊ ഏതാന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നെക്സ്റ്റ് നമ്പർ 101 എടുത്ത് ഡിവൈഡ് ചെയ്ത് നോക്കാം. 102 ഡിവൈഡ് ചെയ്ത് നോക്കാം, കണ്ടുപിടിച്ച് നോക്കാം. അല്ലെങ്കിൽ വേറൊരു മെത്തേഡ് ഉണ്ട്. ഇവിടെ 2 ആണ് കിടക്കുന്നത്. 7ന്റെ മൾട്ടിപ്പിൾ ആവണമെങ്കിൽ റിമൈൻഡർ 0 വരണം. അപ്പൊ ഈ 2ന്റെ കൂടെ 7 വരണമെങ്കിൽ എത്രയും കൂടി ആഡ് ചെയ്യണം? 5. ദാറ്റ് മീൻസ് 7 2 സബ്ട്രാക്ട് ചെയ്യുക. 7 - 2 5. അപ്പൊ ഈ 100ന്റെ കൂടെ 5 ആഡ് ചെയ്യുക. 105. 105 ആണ് ഫസ്റ്റ് 3-digit നമ്പർ which is the multiple of 7. ഇങ്ങനെ കണ്ടുപിടിക്കാൻ അറിയാത്തവര് ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കുക. 100 അല്ല, അപ്പൊ 101 ആണോ 102 ആണോ കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ ലോജിക്കായിട്ട് നിങ്ങൾക്ക് ഡിവിഷൻ നന്നായി അറിയുന്നവർക്ക് മനസ്സിലാക്കാവുന്നതല്ലോ. റിമൈൻഡർ ഇവിടെ 2 ആ വന്നേക്കണേ. റിമൈൻഡർ 0 വരണം. 7ന്റെ മൾട്ടിപ്പിൾ ആവും വരണം. അപ്പൊ ഈ 2ന്റെ കൂടെ 5 ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പൊ 7 കിട്ടും. ആ 7 കിട്ടണമെങ്കിൽ 5 ആഡ് ചെയ്യുമ്പോൾ 100ന്റെ കൂടെ 5 ആഡ് ചെയ്യുക. 100ന്റെ മീതിയാണല്ലോ ഇനി 3-digit നമ്പർ വരിക. അപ്പൊ 105 ഈസ് ദ ഫസ്റ്റ് 3-digit നമ്പർ. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് നമ്പർ നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. ലാസ്റ്റ് 3-digit നമ്പർ വിച്ച് ഈസ് ദ മൾട്ടിപ്പിൾ ഓഫ് 7. 7ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന ലാസ്റ്റ് 3-digit നമ്പർ ഏതാണ്? വിച്ച് ഈസ് ദ ഹയസ്റ്റ് 3-digit നമ്പർ? ഹയസ്റ്റ് 3-digit നമ്പർ 999 ആണ് അല്ലേ? ഇത് 7ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ടേം 999 ആവും. അപ്പൊ ചെക്ക് ചെയ്ത് നോക്കാം. 7ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 7 2 29 ആവുമ്പോൾ 4 28 1 9 2 14. ബാക്കി ഇവിടെ 5 ആണ് റിമൈൻഡർ വരുന്നത്. 5 ആണ് റിമൈൻഡർ. അപ്പൊ 999 ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 7. അപ്പൊ ഏതായിരിക്കും 999 ഹയസ്റ്റ് 3-digit നമ്പർ? അതിന്റെ ബാക്കിലേക്ക് വരുന്ന നമ്പർ ആയിരിക്കും. ബാക്കിലേക്ക് വരുന്ന നമ്പർ ആവണമെങ്കിൽ റിമൈൻഡർ ഇവിടെ 5 ആ. അപ്പൊ ഈ 999 5 റിമൈൻഡർ സബ്ട്രാക്ട് ചെയ്യാം.
994 അതായിരിക്കും ലാസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ. അല്ലെങ്കിൽ ഇനി അടുത്ത നമ്പർ എടുത്തൊന്ന് ചെക്ക് ചെയ്യുക നിങ്ങൾ. 999 തൊട്ട് താഴെ വരുന്നത് 998. 7ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ഡിവൈഡ് ചെയ്യുക. അപ്പൊ 0 കിട്ടില്ല, റിമൈൻഡർ. അതുപോലെ അടുത്ത നമ്പർ എടുത്ത് നോക്കുമ്പോൾ ഇതായിരിക്കും ലാസ്റ്റ് നമ്പർ ആയിട്ട് കിട്ടുക. ഈ നമ്പറിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0 ആയിരിക്കും. അപ്പൊ 994 is the highest 3 digit number which is the multiple of 7. 7ന്റെ മൾട്ടിപ്പിൾ ആയി വരുന്ന ഹയസ്റ്റ് നമ്പർ ഇതാ. ഇനി ഇതിന്റെ ഇടയിലൊക്കെ നമ്പേഴ്സ് ഉണ്ട്. ഇതിന്റെ സമ്മ് കാണാനാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ മൾട്ടിപ്പിൾ ഓഫ് 7 ആയിട്ട് വരുന്നത് 105 ആ. നെക്സ്റ്റ് നമ്പർ എന്തായിരിക്കും? 7ന്റെ മൾട്ടിപ്പിൾസ് അല്ലേ. അപ്പൊ ഇനി 7 ആഡ് ചെയ്ത് എഴുതിയാൽ മതി. 105ന്റെ കൂടെ 7 ആഡ് ചെയ്യുക. അപ്പൊ എത്ര വരും? 112. നെക്സ്റ്റ് മൾട്ടിപ്പിൾ 7ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന 3 ഡിജിറ്റ് നമ്പർ അഗൈൻ ആഡ് 7, 119 എക്സെട്ര. ഇങ്ങനെ നമ്പേഴ്സ് പോകും. ദിസ് ഈസ് ദ numbers, 3 digit numbers which are the multiples of 7. ഇനി ഈ sequence, this is a sequence അല്ലേ? This is an arithmetic sequence which is, what is the common difference? 7. അപ്പൊ ഇതിന്റെ സമ്മാണ് കണ്ടുപിടിക്കണ്ടേ. അപ്പൊ arithmetic sequence സമ്മ് കാണാനുള്ള ഫോർമുല അപ്ലൈ ചെയ്യാം. what is the formula? n/2 into xn plus x1. അപ്പൊ arithmetic sequence ഡയറക്റ്റ് തന്നിട്ടില്ല. ക്വസ്റ്റ്യനിൽ പറഞ്ഞതിനനുസരിച്ച് സീക്വൻസ് നമ്മൾ കണ്ടെത്തി. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പോലെ സമ്മ് കണ്ടുപിടിക്കുക. n/2 into x1 plus xn. അപ്പൊ xn എത്ര, x1 എത്രയെന്നൊക്കെ കണ്ടുപിടിക്കണം. what is n? what is mean by n? number of terms അല്ലെ, എത്ര ടേംസ് ഉണ്ട് എന്ന്. ഫസ്റ്റ് ടേം 105 ആ, സെക്കൻഡ് ടേം 112 ആ. അങ്ങനെയാണെങ്കിൽ 105 മുതൽ 994 വരെ 7ന്റെ മൾട്ടിപ്ലൈ ആയി വരുന്ന എത്ര നമ്പേഴ്സ് ഉണ്ട് എന്ന്. നമ്പറുകൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഇത് നമ്മൾ എത്രാമത്തെ ടേമാന്ന് വിചാരിക്കുക? ലാസ്റ്റ് ടേം, nth ടേമാന്ന് വിചാരിക്കുക. എന്നിട്ട് 994 എത്രാമത്തെ ടേമാന്ന് കണ്ടുപിടിച്ചാൽ മതി. നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞതാണ്. xn ഈക്വൽ ടു 994 എന്ന് എഴുതും. xn കാണാനുള്ള ഫോർമുല x1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ദാറ്റ് ഈസ് ഈക്വൽ ടു 994. ഇതിൽ x1നും ഡിക്കും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് n-ന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാ. അപ്പൊ n നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. x1 മീൻസ് സീക്വൻസിന്റെ ഫസ്റ്റ് ടേം 105 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി, 7ന്റെ മൾട്ടിപ്പിൾസ് ആ. അപ്പൊ ഡി എന്ന് പറഞ്ഞ 7 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 994. ഇതിനെവിടെ നിർത്തുക? 105നെ അങ്ങോട്ട് കൊണ്ടുപോവുക. n മൈനസ് 1 ഇൻറ്റു 7 ഈക്വൽ ടു 994 മൈനസ് 105. സബ്ട്രാക്ട് ചെയ്ത് എന്ത് കിട്ടും? സബ്ട്രാക്ട് ചെയ്യുക. 994 105 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 889 എന്ന് കിട്ടും. സബ്ട്രാക്ട് ചെയ്താൽ കിട്ടും. ഇനി n മൈനസ് 1 ഈക്വൽ ടു 889 ബൈ, ഇവിടെ ഇൻറ്റു 7 ആ, ഇൻറ്റു 7 അങ്ങോട്ട് കൊണ്ടുപോയ ഡിവൈഡ് ബൈ 7. ഡിവൈഡ് ചെയ്താൽ എന്താ ആൻസർ കിട്ടും? 1, 18ല് 1, 18ല് 2 ടൈംസ് അല്ലേ, 2. ബാക്കി അവിടെ 4, 49ല് 7, 107. 127 എന്നാണ് കിട്ടുക. n മൈനസ് 1 ഈക്വൽ ടു 127. ഡിവൈഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക, നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടും. അപ്പൊ n ഈക്വൽ ടു n മൈനസ് 1 ഈക്വൽ ടു 127 കിട്ടും. അപ്പൊ n ഈക്വൽ ടു മൈനസ് 1 അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പൊ പ്ലസ് 1 എന്നാവും. അപ്പൊ 127 പ്ലസ് 1 128. അപ്പൊ n ഈക്വൽ ടു 128 എന്ന് കിട്ടി. n-ന്റെ വാല്യൂ കിട്ടി 128. what is mean by n? number of terms. the number of terms, എങ്ങനെയുള്ള ടേംസ്? which are the multiples of 7? all 3 digit numbers. 7ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന 3 digit നമ്പേഴ്സിന്റെ എണ്ണാണ് ഇപ്പൊ കിട്ടിയത്. how many numbers? 128 നമ്പേഴ്സ് ഉണ്ട്. ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ 128 നമ്പേഴ്സ് ഉണ്ടായിരിക്കും. ഇതിന്റെ സമ്മ് കണ്ടുപിടിക്കുക. അപ്പൊ ഇതിന്റെ കൂടെ ക്വസ്റ്റ്യൻ ചോദിക്കും ചിലപ്പം, how many 3 digit numbers which are the multiples of 7? 7ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന എത്ര 3 digit നമ്പർ ഉണ്ട് എന്ന്. ഇതേപോലത്തെ ഒരു കണക്ക് നമ്മൾ മുന്നേ നമ്പർ ലാസ്റ്റ് ടൈം വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇത്. അപ്പൊ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇങ്ങനെയും വരും. അപ്പൊ അതിനനുസരിച്ച് ആൻസർ കണ്ടെത്താൻ അറിയണം. അപ്പൊ ആൻസർ എന്തായിരിക്കും? 128 ആണ്. ഇതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 128 ബൈ 2, n-ന്റെ വാല്യൂ 128 ആ, ഇൻറ്റു xn. xn മീൻസ് സീക്വൻസിന്റെ ലാസ്റ്റ് ടൈം 994 ആണ്, പ്ലസ് ഫസ്റ്റ് ടൈം x1 എന്ന് പറഞ്ഞ 105. ബാക്കി നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക. 128നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? 128 ബൈ 2 പറഞ്ഞ
64 എന്ന് കിട്ടും. ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നമ്പർ കിട്ടും. മൾട്ടിപ്ലൈ ചെയ്യുക, യു ഗോട്ട് ദ ആൻസർ. ഇത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതേ ഉള്ളൂ, കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ എക്സാമിന് ഷുവർ ആയിട്ട് ചോദിക്കാറുള്ളത് എങ്ങനെയുള്ള ഇതിൽ രണ്ട് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആ. നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാനും സം ഓഫ് ടേംസ് കണ്ടുപിടിക്കാനും. അപ്പൊ ഇതിൽ സീക്വൻസ് തന്നിട്ടില്ല. ഫസ്റ്റ് സീക്വൻസ് നമ്മൾ കണ്ടുപിടിക്കണം. സീക്വൻസ് കണ്ടുപിടിക്കണമെങ്കിൽ ക്വസ്റ്റ്യന്റെ മീനിങ് മനസ്സിലാക്കുക. ഫൈൻഡ് ദ സം ഓഫ് ഓൾ 3-digit numbers which are the multiples of 7. 7ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള എല്ലാ 3-digit നമ്പേഴ്സിന്റെ സം കാണാനാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണ് നമ്പേഴ്സ് എന്ന് ആദ്യം കണ്ടുപിടിക്കണം. ഡിവിഷൻ നന്നായി അറിഞ്ഞ് ലോജിക്കായിട്ട് സീക്വൻസ് കണ്ടുപിടിക്കുക. സം കാണാനുള്ള ഫോർമുല അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ കണ്ടുപിടിക്കുക. ദിസ് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് സം ഓഫ് n ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. നേരത്തെ നമ്മൾ സീക്വൻസ് ഡയറക്റ്റ് തന്നിട്ട് സം കാണുമായിരുന്നു. ഇവിടെ സീക്വൻസ് തന്നിട്ടില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു പ്രോബ്ലം ഷെയർ ചെയ്യാം. ലാസ്റ്റ് പേജിലെ ചാപ്റ്ററിന്റെ ലാസ്റ്റ് പേജിലെ ക്വസ്റ്റ്യൻ ആണ് ഷെയർ ചെയ്യാം. അതായത് പേജ് 36-ലെ 8th ക്വസ്റ്റ്യൻ ആണ്. പേജ് 36-ലെ 8th ക്വസ്റ്റ്യൻ. സിമ്പിൾ ആയിട്ട് ആൻസർ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഫസ്റ്റ് രണ്ടെണ്ണത്തിന്റെ ആൻസർ നിങ്ങൾക്ക് യെസ് ലിസൺ ദ ക്വസ്റ്റ്യൻ 1 2 3 4 5 6 അങ്ങനെ കണ്ടിന്യൂസ് നമ്പേഴ്സ് തന്നേക്കണ്. പക്ഷെ അവിടെ ഒരു ഭംഗിയിൽ പാറ്റേൺ ആയിട്ടാണ് എഴുതിയേക്കുന്നത്. തുടർച്ചയായിട്ട് അങ്ങനെ എഴുതി പോയേക്കല്ല. എന്നിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിയേ. റൈറ്റ് ദ നെക്സ്റ്റ് 2 lines ഓഫ് ദ പാറ്റേൺസ് എബവ്. മുകളിൽ വന്ന പാറ്റേൺസിന്റെ നെക്സ്റ്റ് 2 lines എഴുതാൻ. ഫസ്റ്റ് റോയില് ഒരു നമ്പറേ ഉള്ളൂ 1. സെക്കൻഡ് റോ 2 നമ്പറാണ് 2 3. തേർഡ് റോ 3 numbers 4 5 6. ഫോർത്ത് റോ 7 8 9 10 4 numbers. നെക്സ്റ്റ് ഇനി ഫിഫ്ത്ത് റോ ആണ് എഴുതേണ്ടത്. ഇൻ ഫിഫ്ത്ത് റോ ഹൗ മെനി നമ്പേഴ്സ്? അങ്ങനെ പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ 5 numbers ഉണ്ടായിരിക്കും അല്ലേ? അപ്പൊ ഏതൊക്കെയായിരിക്കും? 10 കഴിഞ്ഞ നെക്സ്റ്റ് കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്പർ 11 12 13 14 15 വരെ എഴുതാം. ദാറ്റ് ഇസ് ദ ഫിഫ്ത്ത് റോ. ദെൻ നെക്സ്റ്റ് സിക്സ്ത് റോ. സിക്സ്ത് റോയില് ഹൗ മെനി നമ്പേഴ്സ്? 6 അല്ലേ? ഇവിടെ എത്ര അവസാനിച്ച്? 15 അല്ലേ അവസാനിച്ച്. അതിന് ശേഷമുള്ള ബാക്കി നമ്പേഴ്സ് 16 17 18 19 20 വരെയുള്ള നമ്പേഴ്സ്. അപ്പൊ ഫസ്റ്റ് സബ് ക്വസ്റ്റിന്റെ ആൻസർ എല്ലാവർക്കും എഴുതാം. അരിത്തമെറ്റിക് സീക്വൻസ് തന്നെ അറിയണമെന്നില്ല. അരിത്തമെറ്റിക് സീക്വൻസ് അറിയണമെന്നില്ല. ആർക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ഈസി ആയിട്ട് 2 മാർക്ക് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. വാട്ട് ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? അതാണ് ശ്രദ്ധിക്കേണ്ടത്. റൈറ്റ് ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് നമ്പേഴ്സ് ഓഫ് ദ 10th ലൈൻ. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോവുകയാണെങ്കിൽ 10ാമത്തെ ലൈനിലെ ഫസ്റ്റ് നമ്പറും ലാസ്റ്റ് നമ്പറും എഴുതാം. ഇത് 10th നമ്പർ ആയതുകൊണ്ട് 4ഉം 5ഉം നിങ്ങൾ എഴുതി കഴിഞ്ഞു. ബാക്കി എഴുതുന്ന കുറെ മഹാന്മാരുണ്ട്. അങ്ങനെ എഴുതിയാലും മാർക്ക് കിട്ടും. പക്ഷെ ഇങ്ങനെ എഴുതി പോകുമ്പോ ഒരു 50ാമത്തെ റോയിലെ ഫസ്റ്റ് നമ്പർ ലാസ്റ്റ് നമ്പറും അല്ലെങ്കിൽ 100ാമത്തെ 100th റോയിലെ ഫസ്റ്റ് നമ്പർ ലാസ്റ്റ് നമ്പർ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ അത്രയും എഴുതി പോകാന്ന് പറഞ്ഞാൽ നമുക്ക് പ്രാക്ടിക്കൽ അല്ല. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ അരിത്തമെറ്റിക് സീക്വൻസ് പഠിച്ചേക്കണ്. അപ്പൊ എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുക? എഴുതി നോക്കാതെ എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുക? അപ്പൊ ആ നമ്പേഴ്സിന്റെ പെക്യൂലിയാരിറ്റി മനസ്സിലാക്കണം. നോക്കുക എങ്ങനെയായിരിക്കും. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. അടുത്ത ഡ്രോയിങ് കൂടി നിങ്ങൾക്ക് എഴുതാം. ഇവിടെ നോക്കുക എങ്ങനെയായിരിക്കും. ലാസ്റ്റ് 10th റോയിലെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് നമ്പർ. അപ്പൊ നമുക്ക് ഓരോ റോയിലെയും ഫസ്റ്റ് നമ്പർ ലാസ്റ്റ് നമ്പർ നോക്കി നോക്കാം. ഓരോ റോയിലും ഫസ്റ്റ് റോയിലെ ലാസ്റ്റ് നമ്പർ നോക്കി നോക്കാം. ഇവിടെ എന്താ? 1 ആണ് അല്ലെ? ഇനി സെക്കൻഡ് റോയിലെ എല്ലാറ്റിന്റെയും ലാസ്റ്റ് നമ്പർ നോക്കി നോക്കാം. എല്ലാ റോയിലും സെക്കൻഡ് റോയിലെ ലാസ്റ്റ് നമ്പർ ഏതാ? 3 ആണ് അല്ലെ? 3 എന്ന് പറഞ്ഞ എന്താ? ഈ 1 + 2 അല്ലേ? 3 എന്ന് പറഞ്ഞ 1 + 2 ആ. ഇനി തേർഡ് റോയിലെ ലാസ്റ്റ് നമ്പർ, തേർഡ് റോ ഇതാണ്. തേർഡ് റോയിലെ ലാസ്റ്റ് നമ്പർ 6. ഈ 6 എന്ന് പറഞ്ഞ 1 + 2 + 3 ആ. ആണോ? ചെക്ക് ചെയ്ത് നോക്കുക. 1 + 2 + 3 ആ അല്ലേ? ഇനി ഫോർത്ത് റോയിലെ ലാസ്റ്റ് നമ്പർ 10 ആണ് അല്ലെ? 10 = എന്താ? ഫോർത്ത് റോ ആണ്. അപ്പൊ 1 + 2 + 3 + 4 ആണോ നോക്കി നോക്കിയേ.
1 plus 2 3, 3 plus 3 6, 6 plus 4 10 കിട്ടി. ഇനി ഫിഫ്ത്ത് റോയിലെ ലാസ്റ്റ് നമ്പർ ഇതാണ്. ഫിഫ്ത്ത് റോയിലെ ലാസ്റ്റ് നമ്പർ 15 ആ. ഈ 15 എന്ന് പറഞ്ഞാൽ 1 plus 2 plus 3 plus 4 plus 5 ആയിരിക്കും. ആഡ് ചെയ്ത് നോക്കാം. 1 plus 2 3, 3 plus 3 6, 6 plus 4 10, 10 plus 5 15 കിട്ടും. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ പാറ്റേൺ നോക്കുക. ഫസ്റ്റ് റോയിലെ ലാസ്റ്റ് നമ്പർ 1 ആ. സെക്കൻഡ് റോ എന്ന് പറഞ്ഞാൽ 1 plus 2 ആ. തേർഡ് റോ എന്ന് പറഞ്ഞാൽ 1 plus 2 plus 3 ആ. അപ്പൊ ഫോർത്ത് റോയിലെ ലാസ്റ്റ് നമ്പർ പറഞ്ഞാൽ 1 plus 2 plus 3 plus 4 ആ. അങ്ങനെയാണെങ്കിൽ ഇതേ രീതിയിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോവുകയാണെങ്കിൽ 10th റോയിലെ ലാസ്റ്റ് നമ്പർ എന്തായിരിക്കും? 10th റോയിലെ ലാസ്റ്റ് നമ്പർ എന്തായിരിക്കും? സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഫ്രം 1 to 10. ഇവിടെ ഫിഫ്ത്ത് റോയിലെ 1 മുതൽ 5 വരെയുള്ള നമ്പേഴ്സിന്റെ സമ്മ. ഫോർത്ത് റോയിലെ 1 മുതൽ 4 വരെയുള്ള നമ്പേഴ്സിന്റെ സമ്മാണ്. അങ്ങനെയാണെങ്കിൽ 10th റോയിലെ ലാസ്റ്റ് നമ്പർ എന്തായിരിക്കും? സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഫ്രം 1 to 10. 1 തന്നെയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സിന്റെ സമ്മ് കണ്ടുപിടിച്ചാൽ മതി. ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. വാട്ട് ഈസ് ദ ഫോർമുല ഫോർ ഫൈൻഡിങ് സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഫ്രം സ്റ്റാർട്ടിങ് ഫ്രം 1? അത് ഇമ്പോർട്ടന്റ് ആണ്. 1 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് കാണാനുള്ള ഫോർമുല പഠിച്ചതാ. എന്താ? n into n plus 1 by 2 അല്ലെ? അങ്ങനെയാണെങ്കിൽ 10th റോയിലെ നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ n എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ടേംസ് 10 ആണ് അല്ലെ? 10 into 10 plus 1 by 2. 10 by 2 പറഞ്ഞ 5, 10 plus 1 എന്ന് പറഞ്ഞ 11. 11 into 5 55 എന്ന് കിട്ടും. 55. അപ്പോ ലാസ്റ്റ് നമ്പർ ഓഫ് 10th ലൈൻ, 10th റോ, 10th ലൈനിലെ ലാസ്റ്റ് നമ്പർ ഏതായിരിക്കും? 55. അങ്ങനെയാണെങ്കിൽ 10th റോയിലെ ഫസ്റ്റ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പൊ ലാസ്റ്റ് നമ്പറും ഫസ്റ്റ് നമ്പറും നമ്മുടെ റിലേഷൻ നോക്കിയാൽ മതി. ഇവിടെ ലാസ്റ്റ് നമ്പർ സെക്കൻഡ് റോയിലെ ലാസ്റ്റ് നമ്പർ 3 ആ. അപ്പൊ നെക്സ്റ്റ് റോ തേർഡ് റോയിലെ ഫസ്റ്റ് നമ്പർ എന്താ? 3 plus 1 4 ആണ് അല്ലെ? ഇനി തേർഡ് റോയിലെ ലാസ്റ്റ് നമ്പർ 6 ആ. അങ്ങനെയാണെങ്കിൽ ഫോർത്ത് റോയിലെ ഫസ്റ്റ് നമ്പർ ഇവിടുത്തെ ലാസ്റ്റ് നമ്പറിന്റെ കൂടെ 1 ആഡ് ചെയ്താൽ മതി. അതേപോലെ 10th റോയിലെ ഫസ്റ്റ് നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് കണ്ടുപിടിച്ചാൽ മതി? 9th റോയിലെ ലാസ്റ്റ് നമ്പർ കണ്ടുപിടിക്കുക. അതിന്റെ കൂടെ 1 ആഡ് ചെയ്താൽ 10th റോയിലെ ഫസ്റ്റ് നമ്പർ ആയിരിക്കും. ഈ റിലേഷൻ ഓർക്കുക. ഇവിടെ 3 plus 1 4 ആണ്, 6 plus 1 7 ആണ്, 10 plus 1 11 ആണ്. അപ്പൊ ഫസ്റ്റ് നമ്പർ ഓഫ് 10th റോ എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ എന്തായിരിക്കും? ലാസ്റ്റ് നമ്പർ ഓഫ് 9th റോ അതിന്റെ കൂടെ 1 ആഡ് ചെയ്യുക. അപ്പൊ വാട്ട് ഈസ് ദ ലാസ്റ്റ് നമ്പർ ഓഫ് 9th റോ? ഇതേ രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ 9th റോയിലെ ലാസ്റ്റ് നമ്പർ എന്തായിരിക്കും? സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഫ്രം 1 to 9. 9th റോയിലെ ലാസ്റ്റ് നമ്പർ ആ. അപ്പൊ 9 into 9 plus 1 by 2 that is equal to 9 into 9 plus 1 10, 10 by 2 5. അപ്പൊ 9 into 5 45. This is the last number of 9th row. Then first number of 10th row. ഇതിന്റെ കൂടെ 1 ആഡ് ചെയ്യുക. What is the number? 45 plus 1 46 ഇല്ലേ? 46 കിട്ടി. Therefore first number of 10th row 46 and last number of 10th row എന്തായിരിക്കും? നമ്മളിപ്പോ കണ്ടുപിടിച്ചു 55. ഓക്കെ, അങ്ങനെ സീക്വൻസിന്റെ പാറ്റേണിന്റെ പെക്യുലാരിറ്റി മനസ്സിലായിട്ട് കമ്പയർ ചെയ്തിട്ട് കണ്ടുപിടിക്കുക. അതിന്റെ കൂടെ ഒരെണ്ണം കൂടി ഉണ്ട്. ഫൈൻഡ് ദ സം ഓഫ് ഓൾ നമ്പേഴ്സ് ഇൻ ദ ഫസ്റ്റ് 10 ലൈൻസ്. 10 ലൈൻസിന്റെയും എല്ലാ നമ്പേഴ്സിന്റെയും സമ്മ് കണ്ടുപിടിക്കാൻ. ഓരോ റോയിലല്ല ചോദിച്ചേക്കണേ, എല്ലാ ലൈൻസിലും. അപ്പൊ ഫസ്റ്റ് റോ എന്തായിരിക്കുന്നു? 1, സെക്കൻഡ് റോ 2, 3, 4, 5, 6, 7, 8, 9, 10 അങ്ങനെയല്ലേ നമ്പേഴ്സ്. അപ്പൊ ഏതൊക്കെ നമ്പേഴ്സിന്റെ സമ്മ? സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഫ്രം ഫസ്റ്റ് റോയിൽ 1 ആണ് വരുന്നത്, സെക്കൻഡ് റോയിൽ 2 ഉം 3 ആണ് വരുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ സമ്മ് 2 plus 3. നെക്സ്റ്റ് റോയിൽ 4 plus 5 plus 6 plus etc. അങ്ങനെ സം ഓഫ് 10th ലൈൻ, 10 lines, all numbers. What is the last number in 10th line? 55. 55 കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ 55. ഇത്രയും നമ്പേഴ്സിന്റെ സമ്മ്. അവിടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ഫൈൻഡ് ദ സം ഓഫ് ഓൾ നമ്പേഴ്സ് ഇൻ ദ ഫസ്റ്റ് 10 lines. 1 മുതൽ 10 വരെയുള്ള ലൈൻസിലെ എല്ലാ നമ്പേഴ്സിന്റെ സമ്മും. എല്ലാ നമ്പേഴ്സിന്റെ സമ്മ് പറഞ്ഞാൽ 1 plus 2 plus 3 plus etc. എത്ര വരെയുള്ള നമ്പേഴ്സാ? 55 ആണ്. എന്താ 55 എഴുതാൻ കാരണം?
which is the last number in the 10th line. അപ്പൊ ഇതിന്റെ സം കണ്ടുപിടിക്കുക. ഫോർമുല അപ്ലൈ ചെയ്തിട്ട് സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഫ്രം 1 to 55. എണ്ണൽ സംഖ്യകളുടെ തുകയാ 1 2 3 4 1 മുതൽ 55 വരെ ഉള്ള. അപ്പൊ എന്താ ഫോർമുല വരിക? 55 നമ്പേഴ്സ് ആണുള്ളത്. 55 into 55 plus 1 all divided by 2, which is the formula n into n plus 1 all divided by 2. ആ ഫോർമുല അപ്ലൈ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യാം. 55 into 55 plus 1 56. 56 by 2 56 by 2 28. 28 അല്ലേ? ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ you got the answer. Answer is the 1540. This is the answer. Okay, this is the sum of all numbers in the first 10 lines. Similar type another question ഉണ്ട്. അത് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. പേജ് 36 9th question. ഈ ക്വസ്റ്റ്യന്റെ അതേപോലെ വേറൊരു പാറ്റേൺ ആണ് തന്നേക്കുന്നത്. അവിടെ 1 2 3 എന്നുള്ള കണ്ടിന്യൂസ് നമ്പേഴ്സ് അല്ല, അവിടെ അരിത്തമെറ്റിക് സീക്വൻസ് കോമൺ ഡിഫറൻസ് ഏതാണ് നോക്കി മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് എന്താണ് സീക്വൻസിന്റെ പെക്യൂലിയാരിറ്റി എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അരിത്തമെറ്റിക് സീക്വൻസിന്റെ nth ടേം, സം ഓഫ് n ടേംസ്, സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് അതൊക്കെ ചെയ്തു കഴിഞ്ഞു. ഇനി ഇതിലെ ഒരു പ്രോബ്ലം കൂടി ഉണ്ട്, നമുക്ക് നോക്കാം. പ്രൂവ് ദാറ്റ് സം ഓഫ് any number of terms of an arithmetic sequence 16, 24, 32 starting from the first added to 9 gives a perfect square. എന്താ വല്ല മനസ്സിലായോ? 16, 24, 32 എന്നുള്ള അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്. ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ സം ഓഫ് എനി നമ്പർ ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ്, സം ഓഫ് എനി നമ്പർ, എത്ര നമ്പർ വേണമെങ്കിൽ 10 നമ്പേഴ്സോ 25 നമ്പേഴ്സോ അങ്ങനെ പറഞ്ഞിട്ടില്ലേ. സം ഓഫ് എനി നമ്പേഴ്സ് എന്നാ പറഞ്ഞേക്കണേ. അങ്ങനെ ജനറൽ ആയിട്ട് പറയുമ്പോൾ നമ്മൾ എന്തെടുക്കും? സം ഓഫ് n ടേംസ്, n ടേംസിന്റെ സമ്മ്. ആ സമ്മിന്റെ കൂടെ ആഡഡ് 5, n ടേംസിന്റെ സമ്മിന്റെ കൂടെ 9 ആഡ് ചെയ്താൽ യു ഗോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. പെർഫെക്റ്റ് സ്ക്വയർ കിട്ടുമെന്ന് പ്രൂവ് ചെയ്യാൻ. പ്രൂവ് ദാറ്റ് the sum of any terms of the arithmetic sequence 16, 24, 32 etc added 9, ആ സമ്മിന്റെ കൂടെ 9 ആഡ് ചെയ്താൽ യു ഗോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. പെർഫെക്റ്റ് സ്ക്വയർ കിട്ടുന്ന പ്രൂവ് ചെയ്യാനാ പറഞ്ഞേക്കണേ. അപ്പൊ സം ഓഫ് n ടേംസ് കണ്ടുപിടിക്കുക. സം ഓഫ് n ടേംസ് കാണാനുള്ള ഫോർമുല അറിയില്ലേ? ഓൾറെഡി നമ്മൾ ചെയ്ത് കഴിഞ്ഞു തന്നെയാണ്. Sn equal to n/2 into xn plus x1. ഈ ഫോർമുല അപ്ലൈ ചെയ്തിട്ട് n ടേംസിന്റെ സമ്മ് നിങ്ങൾക്ക് കണ്ടുപിടിക്കുമ്പോ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. 4n² plus 12n ആണ് കിട്ടുക. സം ഓഫ് n ടേംസ് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ 4n² plus 12n ആണ് എന്ത്? സമ്മ്. ആഡ് 9, ഇതിന്റെ കൂടെ 9 ആഡ് ചെയ്യാൻ, സമ്മിന്റെ കൂടെ 9 ആഡ് ചെയ്യാൻ, അതായത് 4n² plus 12n പ്ലസ് 9, ഇതാണ് സം ഓഫ് n ടേംസ്. അതിന്റെ കൂടെ 9 ആഡ് ചെയ്താൽ പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ. പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ 4n², 4നെ നമുക്ക് 2² എന്ന് എഴുതിക്കൂടെ? 4 മീൻസ് 2². അപ്പൊ 2വിന് സ്ക്വയർ ഉണ്ട്, n-ന് സ്ക്വയർ ഉണ്ട്. അപ്പൊ എന്ത് എഴുതാം? 2n² പ്ലസ് എക്സെട്ര. മിഡിൽ ടേം അല്ല, എക്സെട്ര അല്ല, മിഡിൽ ടേം അതുപോലെ എഴുതാം. ലാസ്റ്റ് ടേം എഴുതാം നമുക്ക് 9. 9 ഏതിന്റെ സ്ക്വയറാ? 9 നമുക്ക് എന്ത് എഴുതാം? 3². 3യുടെ സ്ക്വയർ അല്ല 9. അപ്പൊ 9 എന്നുള്ളതിന് എന്ത് എഴുതാം? 3². ഇവിടെ 2n² അപ്പൊ 2n ആണ് √2